ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസന്നിധിയിൽ നാം ദൈവിക അനുഭവങ്ങളെ പ്രാപിച്ച് ദൈവിക ശ്രേഷ്ഠതയോടെ മുന്നേറുവാൻ നമുക്കിടയാകുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ നാം ഉണരുമ്പോൾ ഓരോ നാളും അധികമായി ദൈവത്തോടടുത്തിരുന്ന് ദൈവകൃപ പ്രാപിച്ച് ദൈവിക ശ്രേഷ്ഠതയോടെ തന്നെ ജീവിക്കുന്നവരായി തീരുവാൻ നമുക്കിടയാകണം. സങ്കീർത്തനങ്ങളിലാണോ നാം വായിക്കുമ്പോൾ അവിടെ നാം ഒരു വാക്യം ഇങ്ങനെ കാണുന്നുണ്ട്: പൊന്നോടും വെള്ളിയോടും കൂടെ ദൈവജനത്തെ ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിക്കുമ്പോൾ അവരുടെ മധ്യേ ഒരു ബലഹീനനും ഉണ്ടായിരുന്നില്ല എന്ന് വായിക്കുന്നു. 105 സങ്കീർത്തനം 37 വാക്യം. അവൻ അവരെ വെള്ളിയോടും പൊന്നിനോടും കൂടെ പുറപ്പെടുവിച്ചു, അവരുടെ ഗോത്രങ്ങളിൽ ഒരു ബലഹീനനും ഉണ്ടായിരുന്നില്ല. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്ന് വിടുവിക്കുന്ന അനുഭവമാണ് നാം ഇവിടെ വായിപ്പാനിടയാകുന്നത്. അവരെ ദൈവം വിടുവിച്ചിട്ട് അവർ മിസ്രൈമിൽ നിന്ന് വിട്ടുപോരുമ്പോൾ 2 അനുഭവങ്ങളോട് കൂടെയാണ് ദൈവം അവരെ പുറപ്പെടുവിച്ചതെന്ന് പറയുന്നു. ഒന്ന്, അവർ പൊന്നുള്ളവരായും മറ്റൊന്ന് വെള്ളിയുള്ളവരായും അവർ പുറപ്പെടുവാനിടയായെന്നാണ്. വെള്ളിയോടും പൊന്നിനോടും കൂടെ ദൈവം അവരെ പുറപ്പെടുവിച്ചിട്ട് അത് നിമിത്തമായുള്ള അവരിൽ വെളിവായ മറ്റൊരനുഭവം എന്ന് പറയുന്നത് അവരുടെ മധ്യേ യാതൊരു ബലഹീനനും ഉണ്ടായിരുന്നില്ല എന്നാണ്. ആകയാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവമക്കളെ, നാം ഈ ലോകമാകുന്ന മിസ്രൈമിൽ നിന്ന് വിടുവിക്കപ്പെട്ടവരായി, പിശാചിൻ്റെ പാപത്തിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടവരായി കനാൻ ദേശത്തേക്ക് അഥവാ സ്വർഗ്ഗ കനാനെ നോക്കി യാത്ര ചെയ്യുന്ന, നിത്യതയിൽ പോയി ചേരുവാൻ ആഗ്രഹിച്ച് ജീവിതയാത്ര ചെയ്യുന്ന നമ്മുടെ ജീവിതത്തിൽ നാം വിടുവിക്കപ്പെട്ട അനുഭവത്തെ നാം ഒന്ന് ഉണർന്നുകൊണ്ട്, നാം വിടുവിക്കപ്പെട്ടതായ അവസ്ഥകളെ നന്നായി ശ്രദ്ധിച്ചുകൊണ്ട് ആ വിടുവിക്കപ്പെട്ട അനുഭവത്തിന് ഏറ്റവണ്ണം തന്നെ ജീവിക്കുന്നവരായി തീരുവാൻ നമുക്കിടയാകണം. നമ്മുടെ ജീവിതത്തിൽ നാം വെറുതെ വിടുവിക്കപ്പെട്ടവരല്ല, പിന്നെയോ ശ്രേഷ്ഠമേറിയ അനുഭവങ്ങളോട് വിടുവിക്കപ്പെട്ടവരാണ്. നമുക്കറിയാം, ഇസ്രായേൽ ജനം 400 വർഷക്കാലം മിസ്രൈമിൽ അടിമകളായി ജീവിച്ചവരാണ്. കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് വളരെ അധ്വാനിച്ച് വളരെ വലിയ വലിയ പ്രവൃത്തികളൊക്കെ അടിമകളായി തന്നെ ചെയ്ത് പ്രവർത്തിച്ച് തികച്ചവരാണ് അവർ. അവരുടെ ജീവിതം നമുക്കറിയാവുന്ന നിമിത്തം അവരുടെ ജീവിതം കയ്പായി തീർന്നു എന്ന് വായിക്കുന്നുണ്ട്. ആ കയ്പായ ഒരവസ്ഥയിൽ അവർ ദാരുണമായ അനുഭവത്തിൽ അടിമകളായി ജീവിച്ച സന്ദർഭത്തിൽ ദൈവം അവരെ വിടുവിക്കുമ്പോൾ അവർ കഷ്ടപ്പെട്ട കഷ്ടതകൾക്ക് ഏറ്റവണ്ണം ദൈവം അവർക്ക് പ്രതിഫലം അഥവാ കൂലി കൊടുക്കുവാൻ തീരുമാനിച്ചിട്ട് ദൈവത്തിൻ്റെ പ്രവൃത്തിയാൽ എല്ലാ മിസ്രൈമ്യരുടെയും മനസ്സുണർത്തി അവർ ഇസ്രായേൽ മക്കളോട് ദയവുള്ളവരായി തീർന്നിട്ട് അവർ ചോദിച്ചതായ പൊന്നും വെള്ളിയും വസ്ത്രങ്ങളൊക്കെയും വിലയേറിയ സാധനങ്ങളൊക്കെയും മിസ്രൈമ്യർക്ക് കൊടുത്ത് അവരെ പറഞ്ഞയക്കുവാനിടയാകുകയാണ്. മാനുഷികമായി ചിന്തിച്ചാൽ അവർ അവരുടെ കുഞ്ഞുകുട്ടികളോട് കൂടെ മൃഗസമ്പത്തോടു കൂടെ അവർക്കുള്ള സകലത്തോടും കൂടെയാണ് അവർ മിസ്രൈമിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടു പോകുന്നത്. അവർ തിരിച്ചു വരുമോ എന്നുള്ളതിന് യാതൊരു തെളിവുമില്ല, അല്ലെങ്കിൽ യാതൊരു ഉറപ്പുമില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ എന്നിട്ടും ദൈവം അവരുടെ മനസ്സിൽ പ്രവർത്തിച്ചതിനാൽ, ദൈവത്തിൻ്റെ പ്രവൃത്തി മിസ്രൈമ്യരിൽ വെളിപ്പെട്ടതിനാൽ അവർ ഇസ്രായേൽ ജനത്തിന് അവർ ചോദിച്ചതൊക്കെ കൊടുത്ത് അവരെ പറഞ്ഞയക്കുവാനിടയാകുന്നു. ഇത് ദൈവം അവരെ കൊള്ളയിട്ട് ഇസ്രായേലിന് സമ്പത്ത് കൊടുക്കുന്ന അനുഭവമായി നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെയെങ്കിൽ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നാമും ഉണരുവാനിടയാകേണ്ടത് ഈ ലോകത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടവരായി, ഈ ലോകത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് അഥവാ പിശാചിൻ്റെ ബന്ധനത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടവരായി സ്വർഗയാത്ര ചെയ്യുന്ന നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മെയും വെറും കൈയോടെയാണോ നടത്തുവാനിടയാകുക? നാം ഏതുമില്ലാത്തവരായിട്ടാണോ ക്രിസ്തീയ ജീവിതം ചെയ്യുവാനിടയാകുക? നമ്മുടെ ജീവിതത്തിൽ നാം ഉണരേണ്ടതായ അനുഭവം, നമ്മെ പിശാച്
ബന്ധിച്ച് അടിമകളാക്കിയത് അക്ഷരീകമായി ഇസ്രായേലിൻ്റെ കഠിന പ്രയത്നം പോലെ പ്രയത്നിപ്പാനല്ല നമ്മെ അടിമപ്പെടുത്തിയത്. നമ്മെ പാപത്തിൽ ഉൾപ്പെടുത്തിയിട്ട് പാപത്താൽ നാം പിശാചിന് അടിമകളായിട്ട് പിശാച് നമ്മെ പാപത്തിൽ ബന്ധിക്കുവാനിടയാകെയാണ്. നമുക്ക് നഷ്ടമായത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ആത്മീക ജീവിതത്തിൻ്റെ ശ്രേഷ്ഠതയാണ്. ദൈവിക അനുഭവങ്ങളും അനുഗ്രഹങ്ങളും ഒക്കെ പ്രാപിച്ച് ദൈവത്തോടുകൂടെ ആയിരിക്കേണ്ടതായ മനുഷ്യനാണ് പിശാചിനാൽ വഞ്ചിക്കപ്പെട്ട് പാപം ചെയ്ത് നരകത്തിലേക്ക് തള്ളപ്പെടത്തക്കതായ അവസ്ഥയിലേക്ക് വരുവാനിടയായത്. നാം അതിനെ കുറച്ചൊന്ന് ചിന്തിച്ചാൽ നമുക്ക് ഉണരുവാനിടയാകും. ദൈവം മനുഷ്യനെ ഏദെൻ തോട്ടത്തിൽ ആക്കി വെച്ചത് ദൈവത്തിൻ്റെ പ്രവൃത്തി ചെയ്യുവാൻ വേണ്ടിയാണ്. അവൻ അവിടെ ഉപജീവനത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. കാരണം തോട്ടത്തിലെ വൃക്ഷഫലങ്ങളൊക്കെയും അവൻ ആഹാരമായി കൊടുക്കപ്പെട്ടിരിക്കുന്നു. എപ്പോൾ അവന് വിശന്നാലും എപ്പോൾ അവന് ദാഹിച്ചാലും കുടിപ്പാൻ നദി അവിടെ ഒഴുകുന്നുണ്ട്, 4 ഭാഗത്തോടെയും ഒഴുകുന്നുണ്ട്. മാത്രമല്ല വിശിഷ്ടമായ വിലയേറിയ നല്ല ഫലങ്ങൾ ആ തോട്ടത്തിൽ ദൈവം മുളപ്പിച്ചിരുന്നു. അത് തിന്നും ആ വെള്ളം കുടിച്ചുമൊക്കെ അവന് സന്തോഷമായി അവിടെ ജീവിക്കുവാൻ സാധിക്കുമായിരുന്നു. ഉപജീവന ചിന്ത എന്നൊരനുഭവം മനുഷ്യന് ഇല്ലാത്തൊരനുഭവത്തിൽ ദൈവം അവനോട് പറയുന്ന കാര്യങ്ങൾ, ആ തോട്ടത്തെ പരിപാലിച്ച് തോട്ടത്തെ സൂക്ഷിച്ച് തോട്ടത്തെ കാത്തുകൊണ്ട് തോട്ടത്തിൽ ദൈവം പറയുന്ന പ്രവർത്തികളൊക്കെ ചെയ്ത് സന്തോഷത്തോടെ ജീവിപ്പാൻ ഇടയായ മനുഷ്യനാണ്. പക്ഷേ അവൻ്റെ ആ ദൈവം കൽപ്പിക്കുന്ന ദൈവിക പ്രവർത്തികൾ ചെയ്ത് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടേണ്ടതായ അവൻ്റെ ജീവിതാനുഭവത്തെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് പിശാച് അവനെ പാപത്തിൽ വീഴ്ത്തിയപ്പോൾ അവൻ ഭൂമിയിലേക്ക് തള്ളപ്പെടുവാൻ, അഥവാ ഇറക്കി വിടപ്പെടുവാൻ ഇടയാകുമ്പോൾ അവൻ്റെ പ്രവൃത്തികൾ അവന് ഉപജീവനത്തിന് ആവശ്യമായതായി മാറുവാനിടയാകുന്നു. നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് ഉപജീവിക്കത്തക്കവണ്ണം വയലിൽ കൃഷി ചെയ്ത് ആ സസ്യങ്ങൾ കൊണ്ട് അവൻ ഉപജീവിക്കത്തക്കവണ്ണമാണ് അവനെ ഭൂമിയിലേക്ക് ഇറക്കി വിടുവാനിടയാകുന്നത്. ഇപ്പോൾ മനുഷ്യൻ്റെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ പ്രവൃത്തി ചെയ്യുവാൻ ഇല്ലാത്തവനായി, ദൈവത്തിൻ്റെ പ്രവൃത്തി ചെയ്ത് ജീവിച്ച അനുഭവത്തെ അവൻ നഷ്ടപ്പെടുത്തിയിട്ട് ഇപ്പോൾ കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നവനായി തീരുവാനിടയാകുന്നു. അതവൻ്റെ ജീവിതത്തിൻ്റെ പരിതാപാവസ്ഥയായി മാറുവാനിടയാകുകയാണ്. ശ്രേഷ്ഠമേറിയ ദൈവിക അനുഭവങ്ങൾ നഷ്ടപ്പെടുവാനിടയായി. മാത്രമല്ല ഇപ്പോൾ കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കേണ്ടതായും വരുവാനിടയാകുന്നു. എല്ലാവർക്കും മനസ്സിലായി, ഒന്നറിഞ്ഞുകൂടാ, ഏദെൻ തോട്ടത്തിലായിരുന്ന മനുഷ്യൻ്റെ അവസ്ഥയ്ക്ക് അവൻ ഒരിക്കലും ഉപജീവന ചിന്തകളാൽ ഭാരപ്പെടുന്നവനായിരുന്നില്ല. എപ്പോൾ വിശന്നാലും എപ്പോൾ ദാഹിച്ചാലും ദൈവം അവന് കൃത്യമായി അതിനാവശ്യമായത് അവിടെ കരുതി വെച്ചിട്ടുണ്ടായിരുന്നു. അവനത് പ്രാപിച്ച് അനുഭവിച്ചാൽ മതിയായിരുന്നു. എന്നാൽ ഏദെൻ തോട്ടത്തിൽ നിന്ന് അവൻ പുറത്താക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആ കരുതൽ അവന് നഷ്ടമായി, ആ സൂക്ഷിപ്പ് അവന് നഷ്ടമായി. അവൻ തന്നെ അന്വേഷിക്കേണ്ടതായിട്ട് വന്നു, അവൻ തന്നെ കഠിന പ്രയത്നം ചെയ്യേണ്ടതായിട്ട് വന്നു, ഉപജീവിപ്പാൻ വഴി തേടേണ്ടതായിട്ട് വന്നു. അതിനാൽ സംഭവിച്ചത് എന്താണ്? ദൈവത്തിൻ്റെ പ്രവൃത്തി അവന് നഷ്ടമാകുന്നു. അഥവാ ദൈവം കൽപ്പിക്കുന്ന പ്രവൃത്തികളെ ചെയ്യുവാൻ സമയമില്ലാത്തവനും ദൈവത്തോടടുക്കുവാൻ കഴിവില്ലാത്തവനുമായൊക്കെ മാറ്റപ്പെടുവാനിടയാകുന്നു. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നാമും ആ നിലയിലായിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നാണ് ദൈവം നമ്മെ വിടുവിച്ച് ഈ ദൈവിക അനുഭവത്തിലേക്ക്, ഈ സ്വർഗീയ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരുവാനിടയായത്. നാം മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസന്നിധിയിൽ ദൈവത്തിന് പ്രിയരായി തീരുമ്പോൾ, ദൈവത്തിന് കൊള്ളാകുന്നവരായി തീരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം ഉണരുന്നത് തൻ്റെ പ്രിയനോ ഉറക്കത്തിൽ കൊടുക്കുന്ന ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. സങ്കീർത്തനങ്ങളിൽ നാം വായിക്കുന്നുണ്ട്, കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നത് വ്യർത്ഥമത്രേ, തൻ്റെ പ്രിയനോ ഉറക്കത്തിൽ കൊടുക്കുന്നു എന്ന് കർത്താവ് പറയുവാനിടയാകുന്നു. ആകയാൽ ഈ ആത്മീക ജീവിതത്തിൽ, അഥവാ ദൈവ പൈതലായി ചേർന്ന ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കേണ്ടവനല്ല, പിന്നെയോ ദൈവത്തിന് പ്രിയനായിരുന്ന് ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങളെ പ്രാപിക്കേണ്ടവനാണ്. സങ്കീർത്തനങ്ങളിൽ നാം വായിക്കുമ്പോൾ വ്യക്തമായി അത് നമുക്ക് കാണുവാൻ കഴിയും. 127 സങ്കീർത്തനം 2 വാക്യം, നിങ്ങൾ അതികാലത്തെ എഴുന്നേൽക്കുന്നതും നന്നാ താമസിച്ച് കിടപ്പാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമത്രേ, തൻ്റെ പ്രിയനോ അവനത് ഉറക്കത്തിൽ കൊടുക്കുന്നു. ദൈവത്തിന് പ്രിയരായവർക്ക് ദൈവം കൊടുക്കുന്നു എന്നാണ്. മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് നദിയിൽ നിന്ന് കയറിയതായ കർത്താവിൻ്റെ സന്നിധിയിൽ, കർത്താവിൻ്റെ മുൻപിൽ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായത് നാം അറിയുന്നുണ്ട്. ഇവൻ എൻ്റെ
പ്രിയപുത്രൻ. ആ പ്രിയപുത്രനായി തീർന്ന യേശുവിനെ പോലെ നാമും മാനസാന്തര സ്നാനത്തിലൂടെ നടത്തപ്പെട്ട് ദൈവത്തിന് പ്രിയരായി തീരുമ്പോൾ നമ്മുടെ അക്ഷരീക ജീവിതത്തിന് ആവശ്യമായതൊക്കെ ദൈവം നമുക്ക് തരുമെന്നുള്ളതാണ് സത്യം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നാം അത് ഉണരുന്നുണ്ട്. കർത്താവ് നമ്മോട് പറയുന്നു, മുമ്പേ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ തിന്മാനും കുടിപ്പാനും ഉടുപ്പാനും എല്ലാം ആവശ്യമായത്, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവൻ ആവശ്യമായതൊക്കെ ദൈവം നൽകി തരും എന്ന് പറവാൻ ഇടയാകുന്നു. ആകയാൽ ദൈവമക്കളായ നമ്മുടെ ജീവിതത്തിൽ നാം ഉണരുവാൻ ഇടയാകേണ്ടത്, നാം ആത്മീയ ജീവിതത്തിലേക്ക് വന്ന് ക്രിസ്തീയ ജീവിതം ആരംഭിച്ച് ദൈവത്തിന് പ്രിയരായി തീരുമ്പോൾ നമുക്ക് ആവശ്യമായതൊക്കെ ദൈവം തരുന്നത്, അഥവാ നമ്മുടെ അക്ഷരീക ജീവിതത്തിന് ആവശ്യമായതൊക്കെ നമുക്ക് തരുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ വീണ്ടും ഏദേൻ തോട്ടത്തിലേക്ക് നാം മടങ്ങി പോകണം. ദൈവം മനുഷ്യന് തിന്മാനും കുടിപ്പാനും ഉള്ളതൊക്കെ കൊടുത്ത് തേജസ്സിനാൽ അവനെ മൂടി, നഗ്നത വെളിപ്പെടാതെ വണ്ണം തേജസ്സിനാൽ അവനെ മൂടി ഏദേൻ തോട്ടത്തിൽ ദൈവം ആക്കി വെച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ മറുപടിയുണ്ട്. എന്താണ്? ദൈവം കൽപ്പിക്കുന്ന പ്രവൃത്തികളെ ചെയ്യുവാൻ തന്നെ. ആകയാൽ നാം ഈ ക്രിസ്തീയ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നാം ഉണരേണ്ടതായ അനുഭവം എന്ന് പറയുന്നത്, നമുക്ക് ആവശ്യമായതൊക്കെ ദൈവം തന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന നിലയിൽ നമുക്ക് ആവശ്യമായ അനുഭവങ്ങളൊക്കെ പ്രാപിപ്പാൻ നമുക്ക് ഇടയാക്കി തീർക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, നാം ദൈവം കൽപ്പിക്കുന്ന പ്രവൃത്തികളെ ചെയ്യുന്നവരായി തീരുവാനിടയാകണം. അതല്ലെങ്കിൽ മറ്റൊരു നിലയിൽ നാം ചിന്തിച്ചാൽ, ഏദേൻ തോട്ടത്തിൽ ദൈവം മനുഷ്യനെ ആക്കി വെച്ചപ്പോൾ ദൈവം പറഞ്ഞ പ്രവൃത്തികളൊക്കെ ചെയ്ത് അവിടെ ജീവിച്ചു. അതുകൊണ്ട് ഏദേൻ തോട്ടത്തിൻ്റെ സമൃദ്ധി അവന് നന്നായി അനുഭവിക്കാമായിരുന്നു. ഏദേൻ തോട്ടത്തിൽ നിന്ന് പുറത്തായി കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി ചെയ്യുവാൻ അവന് കഴിവില്ല. ദൈവം അവനോടൊന്നും പറയുന്നുമില്ല. അവൻ തള്ളപ്പെട്ടവനായി തീർന്നു. അതുകൊണ്ട് തന്നെ അവൻ ഉപജീവനത്തിന് വഴിയില്ലാതായി. അവൻ വഴി തേടി പോകേണ്ടവനായി, കഠിന പ്രയത്നം ചെയ്യേണ്ടവനായി തീരുന്നു. ആകയാൽ ദൈവമക്കളെ, നമ്മുടെ ആത്മീക ജീവിതത്തിൽ അഥവാ ക്രിസ്തീയ ജീവിതത്തിൽ നാം ഉണരുവാനിടയാകേണ്ടത്, നമുക്ക് ആവശ്യമായതൊക്കെ, നമ്മുടെ അക്ഷരീക ജീവിതത്തിന് ആവശ്യമായതെല്ലാം ദൈവം നമുക്ക് തന്ന് നമ്മെ പരിപാലിക്കണമെങ്കിൽ, നമ്മെ പോഷിപ്പിക്കണമെങ്കിൽ, തൃപ്തിയായി നിറവായി നമുക്ക് ആവശ്യമായതൊക്കെ തന്ന് ദൈവം നമ്മെ നടത്തണമെങ്കിൽ നാം ദൈവം പറയുന്നത് ചെയ്യുന്നവരായിരിക്കാൻ ഇടയാകണം. അത് നാം മറന്നു പോകരുത്. പലപ്പോഴും പലരും ചിന്തിക്കുന്നത് ദൈവം ആവശ്യമായതൊക്കെ തരട്ടെ, എന്നാൽ ഞാൻ ദൈവത്തിന് വേണ്ടി ജീവിക്കാം, അല്ലെങ്കിൽ ദൈവവചനപ്രകാരം ജീവിക്കാമെന്നൊക്കെയാണ്. അങ്ങനെയല്ല. ആവർത്തന പുസ്തകം 28-ാം അധ്യായം നാം വായിക്കുമ്പോൾ നമുക്കറിയാം, ഞാൻ ഇന്ന് നിന്നോട് കൽപ്പിക്കുന്ന നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ കേട്ട് അനുസരിച്ച് നടന്നാൽ ഈ അനുഗ്രഹങ്ങളൊക്കെയും നിനക്ക് സിദ്ധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം അനുഗ്രഹങ്ങളുടെ നീണ്ട പട്ടിക 1-ാം വാക്യം മുതൽ 14-ാം വാക്യം വരെയും വ്യക്തതയോടെ പറയുവാനിടയാകുന്നു. ഒരു വ്യക്തിയുടെ അക്ഷരീക ജീവിതത്തിന് ആവശ്യമായ എല്ലാ അനുഭവങ്ങളും അക്കാലത്ത്, ഇസ്രായേലിൻ്റെ കാലത്ത്, അവർ അവരുടെ ജീവിതത്തിൽ ശ്രേഷ്ഠതയോടെ ജീവിപ്പാൻ എന്തെല്ലാം അവർക്ക് അനുഗ്രഹമായി ലഭിക്കേണ്ടതുണ്ടോ അതൊക്കെയും ദൈവം വാഗ്ദത്തം ചെയ്യുവാനിടയാകുന്നു. പക്ഷേ എന്താണ് നിബന്ധന? മോശ എന്താണ് അവരോട് പറയുന്നത്? ഞാൻ ഇന്ന് നിന്നോട് കൽപ്പിക്കുന്ന നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അനുസരിച്ചാൽ ഈ അനുഗ്രഹങ്ങളൊക്കെയും നിനക്ക് സിദ്ധിക്കുമെന്നാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ ദൈവമക്കളെ നമുക്കൊന്ന് ശ്രദ്ധിക്കുവാൻ കഴിയുന്നുണ്ടോ? നാം ഇതിനെക്കുറിച്ച് ചിന്തയുള്ളവരാണോ? നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ഈ സഭയാം തോട്ടത്തിൽ, അഥവാ ദൈവത്തിൻ്റെ പറുദീസയാകുന്ന ഈ സഭയാം തോട്ടത്തിൽ ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നത് ദൈവം പറയുന്നത് ചെയ്യുവാനാണ്. ഇവിടെ കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കേണ്ട ആവശ്യമില്ല. അത് നാം ചെയ്യുന്നെങ്കിൽ, ആ അവസ്ഥയിൽ നാം ആയിരിക്കുന്നെങ്കിൽ നാം രക്ഷിക്കപ്പെട്ടവരല്ല, അഥവാ ജാതികളാണെന്ന് കർത്താവ് പറയുന്നു. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം ശ്രദ്ധിക്കുമ്പോൾ നമുക്കറിയാം, എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും, എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് ജീവനായിക്കൊണ്ടും, എന്ത് ഉടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. ഈ വക ഒക്കെയും ലോക ജാതികൾ അന്വേഷിക്കുന്നു എന്നാണ്.
സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവോ ഇവയൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്നറിയുന്നു. ആകയാൽ മുമ്പേ ദൈവത്തിൻ്റെ രാജ്യം അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കൊടുക്കപ്പെടും എന്ന് കർത്താവ് നമ്മെ ഓർപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ ഉണരണം ദൈവമക്കളെ. ഇന്ന് നാം ഉപജീവന ചിന്തകളാൽ ഭാരപ്പെട്ട് ജീവിക്കുന്നവരായിരിക്കുന്നെങ്കിൽ നാം ദൈവമക്കളല്ല എന്നുള്ളതാണ് സത്യം. പിന്നെയോ തിരുമുൻപാകെ നമ്മുടെ പേര് ജാതികളെന്നാണ്. നാം ദൈവമക്കളായിരിക്കുന്നെങ്കിൽ നമ്മുടെ സ്വർഗീയ പിതാവ് നമ്മുടെ ആവശ്യങ്ങളൊക്കെ അറിയുന്നു എന്ന് മാത്രമല്ല, നമുക്ക് തക്ക സമയത്ത് കർത്താവ് അതൊക്കെയും തരുവാനിടയാകും. നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെ ദൈവത്തിൻ്റെ പ്രവൃത്തിയാൽ നമുക്ക് ലഭ്യമാകുവാനിടയാകും. സദൃശവാക്യം 10-ാം അധ്യായം നാം പഠിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയും എന്താണ്? യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു, കൈകളുടെ പ്രവൃത്തിയാൽ അതിനോടൊന്നും കൂട്ടുന്നില്ല എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹത്താലാണ് നമുക്ക് സമ്പത്തുണ്ടാകേണ്ടത്. അത് ദൈവം നമുക്ക് തരുവാനിടയാകും. എന്നാൽ അതിനുവേണ്ടി നാം ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ ജീവിതത്തിൽ ഏദെൻ തോട്ടത്തിൽ വസിച്ച ആദാമിനെ പോലെ ദൈവസഭയാകുന്ന ദൈവത്തിൻ്റെ തോട്ടത്തിൽ വസിച്ചുകൊണ്ട് ദൈവം നമ്മോട് കൽപ്പിക്കുന്ന കൽപ്പനകളൊക്കെ പ്രമാണിപ്പാൻ, ചട്ടങ്ങളും വിധികളും ഒക്കെ പ്രമാണിപ്പാൻ നമുക്കിടയാകേണ്ടിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ഇസ്രായേൽ ജനം കൊണ്ടുവന്ന പോലെയുള്ളതായ 2 അനുഭവങ്ങളോട് ജീവിപ്പാൻ ഇടയാകുമെന്നുള്ളതാണ് സത്യം. അവർ പൊന്നിനോടും വെള്ളിയോടും കൂടെ പുറപ്പെട്ട് പോരുവാൻ ഇടയായി എന്നാണ് 105-ാം സങ്കീർത്തനം 37-ാം വാക്യം. അവൻ അവരെ വെള്ളിയോടും പൊന്നിനോടും കൂടെ പുറപ്പെടുവിച്ചു, അവരുടെ ഗോത്രങ്ങളിൽ ഒരു ബലഹീനനും ഉണ്ടായിരുന്നില്ല. കർത്താവ് അവരെ പുറപ്പെടുവിച്ച അനുഭവത്തെ നമ്മെ ഓർപ്പിക്കുമ്പോൾ അവർ വെള്ളിയോടും പൊന്നിനോടും കൂടെ പുറപ്പെടുവാൻ ഇടയായി എന്നാണ്. വെള്ളിയോടും പൊന്നിനോടും കൂടെ. എന്താണ് വെള്ളി എന്ന് പറയുന്നത്? എന്താണ് പൊന്ന് എന്ന് പറയുന്നത്? അക്ഷരികമായി നാം ഇത് ലോകത്തിലെ വിലയേറിയ വസ്തുക്കളായി അല്ലെങ്കിൽ ഏറ്റവും വിലയുള്ള 2 ലോഹങ്ങളായി നമുക്ക് കാണുവാൻ കഴിയും. അന്ന് ഇസ്രായേൽ ജനത്തിൻ്റെ കഠിന പ്രയത്നത്തിന് കൂലിയായി ദൈവം അത് 2ഉം അവർക്ക് കൊടുത്തല്ലെങ്കിൽ അവർ മിസ്രൈമിനെ കൊള്ളയിട്ട് ആ സമ്പത്തോടു കൂടെയാണ് അവർ പുറപ്പെട്ടു പോരുവാൻ ഇടയായത്. എന്നാൽ ആത്മീയമായി നമ്മുടെ ജീവിതത്തിൽ നാം ഉണരേണ്ടത് എന്തെന്ന് ചോദിച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയതായ 2 അനുഭവങ്ങളാണ് ഈ വെള്ളിയും പൊന്നും എന്ന് പറയുന്നത്. മിസ്രൈമിൻ്റെ അടിമത്വത്തിൽ അഥവാ ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ ലോകമനുഷ്യരായ ലോകക്കാരെ പോലെ പാപത്തിന് പിശാചിന് അടിമപ്പെട്ടവരായി ജീവിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ആത്മീക അനുഭവങ്ങൾ നഷ്ടപ്പെടുവാൻ, ദൈവിക അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടുവാൻ ഇടയായത് നിമിത്തം നാം അതിന് വിപരീതമായി നാം നഷ്ടപ്പെടുത്തിയതൊക്കെ തിരികെ വാങ്ങുവാൻ ഇടയാകത്തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് 2 അനുഭവങ്ങൾ നൽകുവാൻ ഇടയാകുന്നു. ഒന്ന് വെള്ളിയും മറ്റൊന്ന് പൊന്നും എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. വെള്ളി എന്തിനെ കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇസ്രായേലിൻ്റെ പഴയ നിയമ പ്രമാണപ്രകാരം അത് വീണ്ടെടുപ്പിനെ കാണിക്കുവാനിടയാകെയാണ്. ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ അവർക്ക് വീണ്ടെടുപ്പ് വില കൊടുക്കുവാനായി ദൈവം പറയുമ്പോൾ 1/2 ശേക്കെൽ വെള്ളിയാണ് അവർക്ക് വീണ്ടെടുപ്പ് വിലയായി കൊടുപ്പാൻ പറയുന്നത്. സമ്പന്നനായിരുന്നാലും ദരിദ്രനായിരുന്നാലും വലിയവനായിരുന്നാലും ചെറിയവനായിരുന്നാലും എല്ലാവരുടെയും ജീവിതത്തിൽ 1/2 ശേക്കെൽ വെള്ളി എന്നുള്ളതായ ഒരു വീണ്ടെടുപ്പിൻ്റെ അനുഭവത്തെ നമുക്ക് കാണുവാൻ കഴിയും. ദൈവമക്കളെ, നാം പിശാചിൻ്റെ അടിമത്വത്തിൽ നിന്ന് വിട്ടുപോരുമ്പോൾ ദൈവം നമുക്കൊരു വീണ്ടെടുപ്പ് നൽകുവാനിടയാകുകയാണ്. നാം വീണ്ടെടുക്കപ്പെട്ടവരായിട്ടാണ് പിശാചിൻ്റെ അടിമത്വത്തിൽ നിന്ന് വിട്ടുപോരുവാൻ നമുക്കിടയാകുന്നത്. പത്രോസ് അപ്പോസ്തലൻ നമ്മെ ഓർപ്പിക്കുന്നുണ്ട്, നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, പിന്നെയോ നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടാണ് എന്ന് നമ്മെ ഓർപ്പിക്കുവാനിടയാകുന്നു. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 18-ാം വാക്യം. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് പറയുന്നു. അവിടെ തന്നെ നമുക്ക് ഉണരുവാൻ
വരുവാൻ കഴിയുന്ന ഒരു കാര്യം. അക്ഷരീകമായ പൊന്നിനും വെള്ളിക്കുമൊന്നും വലിയ പ്രാധാന്യം ദൈവം കൊടുക്കുന്നില്ല. അതൊന്നും വിശേഷപ്പെട്ടതായി അവിടെ കാണുന്നില്ല എന്നാണ് നാം ഉണരേണ്ടത്. എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കൊരു വീണ്ടെടുപ്പ് ദൈവം തരുവാൻ ഇടയാകുന്നു. ഇതുവരെയും പിശാചിന് അടിമകളായിരുന്ന് നാം നഷ്ടപ്പെടുത്തിയ ദൈവിക അനുഭവങ്ങളൊക്കെ തിരികെ പ്രാപിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെ വീണ്ടെടുക്കുവാൻ ഇടയാകുന്നു. ആ ദൈവികമായ ഒരു വീണ്ടെടുപ്പ് പ്രാപിച്ച ദൈവമക്കളാണ് മിസ്രൈമിൽ നിന്ന് വിടുവിക്കപ്പെട്ട് സ്വർഗ്ഗകനാനെ നോക്കിക്കൊണ്ടഥവാ നിത്യതയിലേക്ക് യാത്ര ചെയ്യുവാൻ ഇടയാകുന്നത്. ശ്രദ്ധിക്കണേ, മിസ്രൈമിൽ നിന്ന് വിടുവിക്കപ്പെട്ടില്ല എങ്കിൽ ഒരിക്കലും അവർ കനാനിലേക്ക് പോയി യാത്ര ചെയ്യുകയില്ല. മിസ്രൈമിൽ അവസാനിക്കത്തേ ഉള്ളൂ. ആകയാൽ മിസ്രൈമിൽ നിന്ന് വിടുവിക്കപ്പെട്ടു എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു ഉറപ്പുണ്ടെന്നാണ്, ദൈവം നമ്മെ പിശാചിന്റെ അധീനതയിൽ നിന്ന് വീണ്ടെടുക്കുവാനിടയായി. സക്രിയ പ്രവചനം 9-ാം അധ്യായത്തിലാണോ നാം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും എന്താണ്? നീയോ നിന്റെ നിയമരക്തം ഹേതുവായി ഞാൻ നിന്റെ ബദ്ധന്മാരെ വെള്ളമില്ലാത്ത കുഴിയിൽ നിന്ന് വിടുവിക്കുമെന്ന് പറയുന്നു. അങ്ങനെ വിടുവിക്കപ്പെട്ട പ്രത്യാശയുള്ള ബദ്ധന്മാരോടാണ് സിയോനിലേക്ക് അഥവാ ദൈവസന്നിധിയിലേക്ക് ചെല്ലുവാൻ ആവശ്യപ്പെടുന്നത്. സക്രിയ പ്രവചനം 9-ാം അധ്യായം 11-ാം വാക്യം. നീയോ നിന്റെ നിയമരക്തം ഹേതുവായി ഞാൻ നിന്റെ ബദ്ധന്മാരെ വെള്ളമില്ലാത്ത കുഴിയിൽ നിന്ന് വിട്ടയക്കും. പ്രത്യാശയുള്ള ബദ്ധന്മാരെ കോട്ടയിലേക്ക് മടങ്ങി വരുവിൻ, ഞാൻ നിനക്ക് ഇരട്ടിയായി പകരം നൽകുമെന്ന് ഇന്ന് തന്നെ ഞാൻ പ്രസ്താവിക്കുന്നു. ശ്രദ്ധിക്കണേ, ഇവിടെ ആ പ്രത്യാശയുള്ള ബദ്ധന്മാരോട് കോട്ടയിലേക്ക് മടങ്ങി വരുവാൻ പറയുമ്പോൾ അവർ ആ വെള്ളമില്ലാത്ത കുഴിയിൽ നിന്ന് വിടുവിക്കപ്പെട്ടവരാണെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഏത് നിമിത്തമാണ്? യേശുവിൻ്റെ നിയമ രക്തം ഹേതുവായി അവരെ വിടുവിപ്പാൻ ഇടയാകുകയാണ്. അതാണ് നാം മുമ്പേ പത്രോസിന്റെ ലേഖനത്തിൽ കണ്ടത്. കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ. ആകയാൽ നാം കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളായി ആ വെള്ളമില്ലാത്ത കുഴിയിൽ നിന്ന്, പിശാചിന്റെ അടിമത്വത്തിൽ നിന്ന് അഥവാ മിസ്രൈമിന്റെ കഠിനതയിൽ നിന്ന് വിടുവിക്കപ്പെട്ട് മടങ്ങി പോരുമ്പോൾ നമുക്കൊരു വീണ്ടെടുപ്പുണ്ട്. വീണ്ടെടുക്കപ്പെട്ടവരായിട്ടാണെന്നവാ വെള്ളിയോട് കൂടെയാണ് നാം പുറപ്പെടുന്നതെന്ന് വ്യക്തതയോടെ ബോധ്യതയോടെ മുന്നോട്ട് പോകുവാൻ നമുക്കിടയാകട്ടെ. യെശയ്യാപ്രവചനം നാം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയും, യഹോവയാൽ വീണ്ടെടുക്കപ്പെട്ടവരാണ് ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് മടങ്ങി ചെല്ലുവാൻ ഇടയാകുന്നത്. അവരുടെ തലമേൽ നിത്യാനന്ദമുണ്ടെന്നും ഉല്ലാസവും സന്തോഷവും അവരിലുണ്ടെന്നും ദുഃഖവും നെടുവീർപ്പും ഒക്കെ ഓടിപ്പോയി എന്ന് നാം വായിക്കുന്നു. യെശയ്യാപ്രവചനം 35-ാം അധ്യായം 10-ാം വാക്യം. അങ്ങനെ യഹോവയാൽ വീണ്ടെടുക്കപ്പെട്ടവർ മടങ്ങി ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് വരും. നിത്യാനന്ദം അവരുടെ തലമേൽ ഉണ്ടായിരിക്കും. അവർ ആനന്ദവും സന്തോഷവും പ്രാപിക്കും. ദുഃഖവും നെടുവീർപ്പും ഓടിപ്പോകും. ദൈവമക്കളെ, വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളാണ് മടങ്ങി സിയോൻ കോട്ടയിലേക്ക് ദൈവസന്നിധിയിലേക്ക് ചെല്ലുവാനിടയാകുന്നത്. ആകയാൽ നമ്മുടെ ജീവിതയാത്ര എന്ന് പറയുന്നത് നാം വീണ്ടെടുപ്പുകാരെന്ന, വീണ്ടെടുക്കപ്പെട്ടവരെന്ന നല്ല ബോധ്യതയോട് നിത്യതയിലേക്ക് യാത്ര ചെയ്യുന്നവരാണ്. ശ്രദ്ധിക്കണേ, യഹോവയാൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്, ആ വെള്ളിയുള്ളവരാണ് മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് കനാനിലേക്ക് യാത്ര ചെയ്യുന്നത്. വീണ്ടെടുപ്പുള്ളവർക്ക് മാത്രമേ മടങ്ങി സിയോനിലേക്ക് ദൈവസന്നിധിയിലേക്ക് ചെല്ലുവാനിടയാകത്തുള്ളൂ. അവർ അവിടെ ചെല്ലുവരെയും അവരുടെ തലയിൽ നിത്യാനന്ദം ഉണ്ടായിരിക്കുമെന്ന് പറയുന്നു. എന്നാൽ അത് കഴിഞ്ഞ് വായിക്കുന്നത് എന്താണ്? അവർ സന്തോഷവും ആനന്ദവും പ്രാപിക്കും. ദുഃഖവും നെടുവീർപ്പും അവരെ വിട്ട് ഓടിപ്പോകുമെന്ന് പറവാനിടയാകുന്നു. ഈ അനുഭവം നാം കാണുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ, വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിലല്ലേ, ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പഴയത് നീക്കിക്കളഞ്ഞ് സകലവും പുതുതാക്കി തീർക്കുന്ന കർത്താവിൻ്റെ പ്രവൃത്തിയാൽ അവിടെ വെളിപ്പെടുന്ന ഒരു അനുഭവമുണ്ട്. ദുഃഖവും നെടുവീർപ്പും ഇനി ഉണ്ടാകയില്ല എന്ന് പറയുന്നു. 21-ാം അധ്യായം 4-ാം വാക്യം. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി മരണമുണ്ടാകയില്ല. ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകയില്ല. ഇത് നിത്യതയിൽ നാം പ്രാപിക്കുന്ന അനുഭവമാണ്. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ
4-ാം വാക്യത്തിലാണ് നാം അത് വായിപ്പാനിടയാകുന്നത്. ഇത് നാം നിത്യതയിൽ ചെന്ന് പ്രാപിക്കേണ്ട അനുഭവമാണ്. പക്ഷെ ആ അനുഭവം നമ്മെ ഓർപ്പിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ, യെശയ്യാപ്രവചനത്തിൽ നാം വായിച്ചത് എന്താണ്? യഹോവയാൽ വീണ്ടെടുക്കപ്പെട്ടവർ ഉല്ലാസഘോഷത്തോടെ മടങ്ങി സിയോനിലേക്ക് ചെല്ലും എന്ന് പറഞ്ഞിട്ട് അവിടെ അവർ പ്രാപിക്കുന്ന അനുഭവമാണ്. സന്തോഷവും ആനന്ദവും പ്രാപിക്കും, ദുഃഖവും നെടുവീർപ്പും ഓടിപ്പോകുവാൻ ഇടയാകുമെന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ വീണ്ടെടുപ്പെന്നൊരനുഭവത്തോട് മുൻപോട്ട് ജീവിക്കുന്നവരുടെ ജീവിതത്തിലാണ് അവർ സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തുവാൻ ഇടയാകുന്നത്. ഈ വീണ്ടെടുപ്പ് വഴിയിൽ നഷ്ടപ്പെടുമോ ദൈവമക്കളെ? വീണ്ടെടുക്കപ്പെട്ടവരാണ് ഉല്ലാസഘോഷത്തോട് മടങ്ങി ദൈവസന്നിധിയിലേക്ക് ചെല്ലുവാൻ ഇടയാകുന്നത്. വീണ്ടെടുപ്പ് നഷ്ടപ്പെടുത്തി കളയുവാൻ ഇടയാകുമോ? ഇസ്രായേൽ ജനത്തിന്റെ ജീവിതയാത്രയിൽ നാം ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് ഉണരുവാനിടയാകും. ജീവിതയാത്രയിൽ എത്രയോ സന്ദർഭങ്ങളിലാണ് അവർ മിസ്രയീമിലേക്ക് മടങ്ങിപ്പോകുവാൻ ആഗ്രഹിച്ചത്. അവരുടെ ജീവിതത്തിൽ എപ്പോഴും അവർ മിസ്രയീമിലേക്ക് മടങ്ങിപ്പോകുവാൻ ആഗ്രഹിക്കുകയാണ്. ആ ചെങ്കടൽ കരയ്ക്ക് വെച്ച് മുതൽ അവർ പറയുന്നുണ്ട്, ഞങ്ങൾ മിസ്രയീമിൽ ജീവിച്ചോളാമായിരുന്നല്ലോ, എന്തിനാ ഞങ്ങളെ വിടുവിച്ചതെന്ന് ചോദിച്ചുകൊണ്ട് ആ വീണ്ടെടുപ്പിനെ ത്യജിക്കുന്നവരായി, തള്ളിക്കളയുന്നവരായി അവർ മാറുവാനിടയാകുന്നു. അപ്പസ്തോല പ്രവൃത്തികളിലല്ലേ നാം വായിക്കുമ്പോൾ അവർ ഹൃദയം കൊണ്ട് മിസ്രയീമിലേക്ക് തിരികെ പോയി എന്നാണ്. അവരുടെ ഹൃദയം എപ്പോഴും മിസ്രയീമിന്റെ അനുഭവത്തെ ചിന്തിച്ചുകൊണ്ടാണ് അവർ ജീവിച്ചത്. ഇന്ന് അനേക ദൈവമക്കളും അങ്ങനെയാണ്. ലോകത്തിൽ നിന്ന്, മിസ്രയീമിന്റെ പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളായി, ഇന്ന് വീണ്ടെടുക്കപ്പെട്ട വിമുക്തന്മാരായി ഉല്ലാസഘോഷത്തോടെ ജീവിക്കേണ്ടവരായിരിക്കെ അവരുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ പലപ്പോഴും ചിന്ത ലോകത്തിലേക്ക് തിരികെ പോകണമെന്നാണ്. ഈ ലോകക്കാരെ പോലെ ആയി തീരണമെന്നാണ്. ലോകത്തോട് അനുരൂപരാകുവാൻ ആഗ്രഹിക്കുന്നു. അവർ ലോകത്തിന്റെ സ്നേഹിതരാകുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തിയിൽ വ്യക്തമായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അവർ ഹൃദയം കൊണ്ട് മിസ്രയീമിലേക്ക് മടങ്ങിപ്പോയി എന്നാണ്. ഇന്ന് നമ്മുടെയും ഇടയിൽ സംഭവിക്കുന്നതാണ്. നാം ദൈവമക്കളായി ദൈവസന്നിധിയിൽ ഇരിക്കുന്നു, സത്യമാണ്. നിത്യതയെ നോക്കി നാം പ്രയാണം ചെയ്യുന്നവരായി കാണപ്പെടുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഹൃദയത്തെ ദൈവം പരിശോധിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്താണ് ചിന്ത വരുന്നത്? ഈ ലോകത്തിൻ്റെ സ്നേഹിതനാകുവാൻ ആഗ്രഹിക്കുന്നവരായി തീരുകയാണ് പല ദൈവമക്കളും. യാക്കോബ് അപ്പോസ്തലൻ അത് വ്യക്തമായി പറയുമ്പോൾ 5-ാം അധ്യായത്തിലാണ് നമുക്ക് കാണുവാൻ കഴിയും. ഒരുവൻ ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ അവൻ ദൈവത്തിന് ശത്രുവായി തീരുന്നു എന്നാണ്. വ്യഭിചാരിണികളായുള്ളവര് ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വം എന്ന് തിരുവെഴുത്ത് പറയുന്നു. നാം ദൈവത്താൽ വീണ്ടെടുക്കപ്പെട്ട് ലോകത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ഇനി ലോകക്കാരായിരിക്കാതെ വണ്ണം, ഇനി മിസ്രയീമിലേക്ക് മടങ്ങിപ്പോകാതെ വണ്ണം, മിസ്രയീമിന് അടിമയായി ജീവിക്കാതെ വണ്ണം അവരെ മിസ്രയീമിൽ എന്നേക്കുമായി വീണ്ടെടുത്തതാണ്. ദൈവം അവർക്ക് പ്രമാണം കൊടുക്കുമ്പോൾ പലപ്പോഴും പറയുന്നുണ്ട്, ഇനി ഒരു കാരണവശാലും നിങ്ങൾ മിസ്രയീമിലേക്ക് മടങ്ങിപ്പോകരുത്. രാജാക്കന്മാരെ വാഴിക്കുമ്പോഴും പറയുന്നുണ്ട്, അധികം കുതിരകളെ സമ്പാദിക്കുവാൻ നീ മിസ്രയീമിലേക്ക് മടങ്ങി പോകുവാൻ ഇടയാകാതിരിക്കേണ്ടതിന് നിനക്കധികം കുതിരകളുണ്ടായിരിക്കരുതെന്ന്. കാരണം അക്കാലത്ത് മിസ്രയീമിൽ നിന്നാണ് കുതിരകളെ സകല രാജ്യങ്ങളിലെയും രാജാക്കന്മാർക്ക് കൊടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഏത് ആവശ്യത്തിന്റെ മുഖത്തായിരുന്നാലും നീ രാജാവായിരുന്ന് യുദ്ധം ചെയ്യേണ്ടവനായി നിനക്ക് കുതിര ആവശ്യമാണെന്ന് പറഞ്ഞാലും, അഥവാ നിന്റെ അക്ഷരീക ജീവിതത്തിൽ നീ ജീവിതാനുഭവങ്ങളിലൂടെ മുൻപോട്ട് പോകുമ്പോൾ ഈ ലോകത്തിൻ്റെതായ അനുഭവങ്ങൾ നിനക്ക് ആവശ്യമാണെന്ന് പറഞ്ഞ് ഈ ലോകത്തിന്റെ പിന്നാലെ പോകുവാൻ ആഗ്രഹിക്കരുത്. ലോകം നിനക്ക് ശത്രുവാണ്. നീ ലോകത്തെ സ്നേഹിച്ചാൽ നീ ദൈവത്തിനും ശത്രുവാണെന്ന് ദൈവവചനം പറയുന്നു. വീണ്ടെടുപ്പ് നഷ്ടപ്പെട്ടു പോകും ദൈവമക്കളെ. നാം വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളായി ആ വെള്ളിയോടുകൂടെ സ്വർഗ്ഗകനാനിലേക്ക് യാത്ര ചെയ്യുന്നവരാണ്. നമ്മുടെ ആ വെള്ളി വഴിയിൽ കളയരുതേ, ആ വീണ്ടെടുപ്പ് നഷ്ടപ്പെടുത്തരുതേ. ഹൃദയം കൊണ്ട് പോലും ലോകത്തിലേക്ക് തിരിയുന്നവരായി, ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവരായി ജീവിച്ചാൽ ദൈവത്തിന് ശത്രുവായി തീരും. വെള്ളി നമുക്ക് നഷ്ടപ്പെട്ടു പോകുവാൻ ഇടയാകും. ഈ വെള്ളിയോടുകൂടെ നീ യാത്ര പുറപ്പെടുവാൻ ഇടയാകുമെങ്കിൽ നിന്റെ വീണ്ടെടുപ്പിനെ നീ സൂക്ഷിച്ചുകൊണ്ട് നിത്യതയിലേക്ക് നീ ജീവിതയാത്ര ചെയ്യുവാൻ നിനക്കിടയാകുമെങ്കിൽ, റോമാലേഖനം 7-ാം അധ്യായത്തിൽ നമ്മെ ഓർപ്പിക്കുന്ന ഒരു സത്യം. എന്താണ് ആ സത്യമെന്ന് ചോദിച്ചാൽ, നാം ഇന്ന് ഉള്ളിൽ നെടുവീർപ്പിട്ടുകൊണ്ട്, ഉള്ളിൽ ഞരങ്ങിക്കൊണ്ട് ദൈവമേ ദൈവമേ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിശേഷമായ അനുഭവം നമ്മുടെ മുൻപിൽ വെക്കപ്പെട്ടിട്ടുണ്ട്. എന്താണത്? ശരീര
വീണ്ടെടുപ്പിനായി കാത്തുകൊണ്ട് നാം ഉള്ളിൽ ഞരങ്ങുന്നവരായി തീരുകയാണ്. റോമാലേഖനം 8-ാം 23-ാം വാക്യം. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു എന്നാണ്. ശ്രദ്ധിക്കണം കേട്ടോ. ശരീര വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നവരായി തീരുകയാണ്. ഇന്ന് ഈ ശരീര വീണ്ടെടുപ്പ് ആഗ്രഹിച്ച് ഉള്ളിൽ ഞരങ്ങുന്ന എത്ര ദൈവമക്കളുണ്ട്? അതോ വീണ്ടെടുപ്പ് നഷ്ടപ്പെടുത്തിയവരാണോ? ലോകത്തിൽ നിന്ന് കർത്താവ് നമ്മെ വീണ്ടെടുത്തിട്ട് വീണ്ടും ലോകസ്നേഹിതരാകുവാൻ, ലോകത്തിൻ്റെ പിന്നാലെ പോകുവാൻ, പിശാചിന് അടിമപ്പെടുവാൻ ആഗ്രഹിച്ച് ഈ ലോകത്തോട് അനുരൂപരായി തീരുവാൻ ഉത്സാഹിക്കുന്ന ദൈവപൈതലിന്റെ ജീവിതത്തിൽ വീണ്ടെടുപ്പ് നഷ്ടപ്പെട്ടവരാണ്. അവരൊരിക്കലും ശരീര വീണ്ടെടുപ്പിനായി കാത്തിരുന്ന് ഉള്ളിൽ ഞരങ്ങുന്നവരായി തീരുവാൻ അവർക്ക് സാധ്യമല്ല എന്നുള്ളതാണ് സത്യം. സഹോദരങ്ങളെ, ലോകം നമ്മെ മോഹിപ്പിക്കുമെന്നുള്ളത് സത്യമാണ്. ലോകം നമ്മെ വശീകരിക്കുമെന്നുള്ളത് സത്യമാണ്. നമ്മുടെ കൺകൾക്ക് മുൻപാകെ വിശേഷപ്പെട്ട പലതും ലോകം ഉയർത്തി കാണിക്കും. അതിൻ്റെ ഒക്കെ പിന്നാലെ പോയി ജഡികരായി ലൗകികരായി നാം ജീവിച്ചാൽ നമുക്ക് നിത്യത നഷ്ടപ്പെടുവാനിടയാകും. അഥവാ നമ്മുടെ വീണ്ടെടുപ്പ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുവാനിടയാകും. യഹോവയാൽ വീണ്ടെടുക്കപ്പെട്ടവർ മാത്രമാണ് സിയോനിലേക്ക് മടങ്ങി ചെല്ലുവാനിടയാകുന്നത്. അവരുടെ ജീവിതത്തിൽ അവർ എപ്പോഴും ഉള്ളിൽ ഞരങ്ങിക്കൊണ്ട് കാത്തിരിക്കുന്ന ഒരനുഭവം തിരുവെടുത്ത് നമ്മെ ഓർപ്പിക്കുന്നു. ശരീര വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നവരായി കാണപ്പെടും. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ശരീര വീണ്ടെടുപ്പാണോ നമുക്ക് ആവശ്യമായിരിക്കുന്നത്? കർത്താവിൻ്റെ വരവിൽ രൂപാന്തരപ്പെട്ട് എടുത്തുകൊള്ളപ്പെട്ട് നിത്യതയുടെ സൗഭാഗ്യം അനുഭവിക്കണമെന്നാണോ നാം ആഗ്രഹിക്കുന്നത്? അതോ ലോകത്തിൻ്റെ മോഹങ്ങളുടെ പിന്നാലെ പോയി ജഡികമായ പ്രാകൃതമായ വ്യർത്ഥമായതിൻ്റെ പിന്നാലെ പോയി അതനുഭവിപ്പാൻ ആഗ്രഹിച്ചുകൊണ്ട് അതിൻ്റെ പിന്നാലെ പോയി ജീവിക്കുന്നവരായി തീരുകയാണോ? ദൈവമക്കളെ ശ്രദ്ധിക്കണേ. വീണ്ടെടുപ്പ് നഷ്ടപ്പെടത്തക്കവണ്ണം ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ ആഗ്രഹിച്ചാൽ നാം ദൈവത്തിന് ശത്രുവാണേ. ഒരിക്കലും നമുക്ക് സ്വർഗം ലഭിക്കത്തില്ല. ഒരു കാരണവശാലും ഒരു നിലയിലും ലോകത്തിന്റെ സ്നേഹിതനായി ജീവിപ്പാൻ ആഗ്രഹിക്കുന്നവർ സ്വർഗത്തിൽ പോകത്തില്ല എന്നുള്ളത് സത്യമായ കാര്യമാണ്. ആകയാൽ വീണ്ടെടുപ്പിനെ മുറുകെ പിടിപ്പാൻ ഇടയാകട്ടെ. വെള്ളിയോടുകൂടിയാണ് നാം പുറപ്പെട്ടു വന്നത്. നമ്മുടെ വെള്ളി നമുക്ക് നഷ്ടപ്പെട്ടു പോകരുത്. നമ്മുടെ വീണ്ടെടുപ്പ് നമുക്ക് നഷ്ടപ്പെടരുത്. വീണ്ടെടുപ്പിനെ മുറുകെ പിടിച്ചു കർത്താവ് തന്റെ വിലയേറിയ രക്തം നമുക്കായി ഊറ്റിക്കൊടുത്ത് കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി പ്രാണവേദനയിലായി പരമയാഗമായി തീർന്ന് തൻ്റെ ആ പുണ്യാഹ രക്തത്താൽ നമ്മെ വീണ്ടെടുത്തതാണെങ്കിൽ ആ വെള്ളി കളയരുത് സഹോദരങ്ങളെ. ആ വീണ്ടെടുപ്പ് നഷ്ടപ്പെടുത്തി കളയുവാനിടയാകരുത്. അതിൻ്റെ പ്രയോജനം നിത്യത നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ്. കർത്താവിനോട് കൂടെ നിത്യാനന്ദം അനുഭവിച്ചുകൊണ്ട് നിത്യനിത്യമായി ദൈവസന്നിധിയിൽ കാണപ്പെടുവാൻ നമുക്കിടയാകും. ആകയാൽ എന്തെല്ലാം ദുഃഖങ്ങൾ ഉണ്ടായാലും, എന്തെല്ലാം നെടുവീർപ്പുകൾ ഉണ്ടായാലും, മരുഭൂമിയുടെ പ്രയാണത്തിൽ എന്തെല്ലാം കഷ്ടങ്ങളും പ്രയാസങ്ങളും ഞെരുക്കങ്ങളും ക്ലേശങ്ങളും ഉണ്ടായാലും ഒരിക്കലും ഇസ്രായേൽ ജനത്തെ പോലെ മിസ്രൈമിലെ ആഗ്രഹിക്കരുതേ. മിസ്രൈമിൽ ഉള്ളത് ആഗ്രഹിക്കരുതേ. മിസ്രൈമിലേക്ക് ഒരു മടങ്ങിപ്പോക്ക് ആഗ്രഹിക്കരുത്. നമ്മുടെ കർത്താവ് വിശ്വസ്തൻ. നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തൻ. പ്രാവിൻ്റെ ചിറക് വെള്ളി കൊണ്ടുള്ളതാണ്. ആ ചിറകുള്ള പ്രാവ് തൻ്റെ ജീവിതത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. എനിക്ക് പ്രാവിനെ പോലെ 2 ചിറകുണ്ടായിരുന്നെങ്കിൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു എന്നാണ്. ഈ ലോകത്തിൽ ദൈവമക്കളെ നമുക്ക് കഷ്ടതയുണ്ട്, ക്ലേശങ്ങളുണ്ട്, ദുഃഖമുണ്ട്, നെടുവീർപ്പുണ്ട്. ഇതിൻ്റെയൊക്കെ മധ്യത്തിൽ നമ്മുടെ പ്രാവിൻ്റെ ചിറകുകളായി ആ വീണ്ടെടുപ്പ് നമ്മുടെ നമ്മളുണ്ടെങ്കിൽ, ആ വെള്ളിയോട് കൂടിയ പ്രാവിൻ്റെ ചിറക് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ പറന്നുപോയി വിശ്രമിപ്പാൻ നമുക്കിടയാണ്. 68-ാം സങ്കീർത്തനം 13-ാം വാക്യം. നിങ്ങൾ തൊഴുത്തുകളുടെ ഇടയിൽ കിടക്കുമ്പോൾ പ്രാവിന്റെ ചിറക് വെള്ളി കൊണ്ടും അതിന്റെ തൂവലുകൾ പൈൻ പൊന്നുകൊണ്ടും പൊതിഞ്ഞിരിക്കുന്നു. ശ്രദ്ധിക്കണേ, പ്രാവിന് 2 ചിറകുകളാണുള്ളത്. ഒന്ന് വെള്ളി കൊണ്ടും ഒന്ന്
പൈൻ പൊന്ന്, അല്ലെങ്കിൽ ചിറകുകൾ വെള്ളി കൊണ്ടും തൂവലുകൾ പൈൻ പൊന്നുകൊണ്ടുമായി കാണപ്പെടുന്ന അനുഭവം. ഈ പ്രാവിന് ഈ രണ്ട് അനുഭവങ്ങളും പറഞ്ഞിരിക്കുമ്പോൾ അതിനു മുൻപേ നാം വായിച്ച വാക്യത്തിൽ നാം കാണുന്നു എന്താണ്? പ്രാവിനുള്ള പോലെ ചിറകുണ്ടായിരുന്നെങ്കിൽ പറന്നുപോയി വിശ്രമിപ്പാനിടയാകുമായിരുന്നു. ഈ വെള്ളി ചിറക് നഷ്ടപ്പെടുത്തിയാൽ, ദൈവമക്കളെ, ചിറകാകുന്ന വെള്ളി നമുക്ക് നഷ്ടപ്പെടുത്തിയാൽ നാം ഒരിക്കലും പറന്നു പോകുവാൻ കഴിയത്തില്ല. നമുക്കറിയാം, എത്രയോ പക്ഷികളെയാണ് വേട്ടക്കാരൻ പിടിച്ചവൻ്റെ ചിറക് മുറിച്ച് കളഞ്ഞ് പറക്കാൻ കഴിവില്ലാത്തതാക്കി വിടുന്നത്. നാം പലപ്പോഴും സന്ദർഭത്തിൻ്റെ മുഖത്ത് അങ്ങനെ ചെയ്തു കാണും. ഓർക്കണേ, ചിറക് നഷ്ടപ്പെട്ടാൽ ഒരിക്കലും പറന്നുപോയി വിശ്രമിപ്പാനിടയാകത്തില്ല. വെള്ളിയാകുന്ന ആ ചിറക്, വീണ്ടെടുപ്പാകുന്ന ചിറക് നഷ്ടപ്പെടുത്തി കളയരുതേ എന്ന് ദൈവാത്മാവ് വീണ്ടും 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 ഓർപ്പിക്കുകയാണ്. രണ്ടാമതെന്താണ്? നമ്മുടെ വിശ്വാസം. പൊന്ന് വിശ്വാസത്തെ കാണിക്കുവാനിടയാകുന്നു. പത്രോസ് അപ്പോസ്തലൻ പറയുന്നത് എന്താണ്? നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന പൊന്നിനേക്കാൾ വിലയേറിയതാണെന്ന് നമ്മെ ഉണർത്തുവാനിടയാകുന്നു. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യം. അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതെന്ന് യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷ നാളിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും. ഇവിടെ വിശ്വാസത്തിന്റെ പരിശോധന പൊന്ന് തീയിൽ ശുദ്ധീകരിക്കുന്ന അനുഭവത്തെ ഓർപ്പിച്ചുകൊണ്ട് പറയുന്നു. ആകയാൽ പൊന്ന് എന്തിനെ കാണിക്കുന്നത് ചോദിച്ചാൽ വിശ്വാസത്തെ കാണിക്കുന്നു. ദൈവമക്കളെ, നമുക്കറിയാം, നാം ഈ ക്രിസ്തീയ ജീവിതം ആരംഭിക്കുമ്പോൾ എബ്രായ ലേഖനം 11-ാം അധ്യായം നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. നാം വിശ്വാസത്തോടെയാണ് ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലുവാനിടയായത്. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ എന്ന് പറയുന്നു. അങ്ങനെ വിശ്വാസത്തോട് ദൈവത്തോട് അടുത്ത് ചെന്ന ദൈവമക്കളാണ് നാം. ഇനിയും ആ വിശ്വാസത്തിൻ്റെ അനുഭവം നാം തുടർന്ന് പഠിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചുകൊണ്ട് അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കുമാണ് ദൈവമക്കളാകുവാൻ അധികാരം കൊടുക്കുന്നത്. വീണ്ടും രക്ഷിക്കപ്പെടുന്ന അനുഭവത്തെക്കുറിച്ച് നാം റോമാലേഖനം 10-ാം അധ്യായം വായിക്കുമ്പോൾ കർത്താവിനെ രക്ഷിതാവായി വായ്കൊണ്ട് ഏറ്റുപറഞ്ഞ് ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുമ്പോൾ നീ രക്ഷിക്കപ്പെടും എന്ന് പറയുവാനിടയാകുന്നു. വീണ്ടും നാം മർക്കോസ് 16:16 വായിക്കുമ്പോൾ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും എന്ന് പറയുവാനിടയാകുന്നു. ക്രിസ്തീയ ജീവിതത്തിന്റെ രണ്ടാമത്തെ അനുഭവം എന്തെന്ന് ചോദിച്ചാൽ വിശ്വാസമാണ്. വെള്ളിയോടുകൂടെ മാത്രമല്ല നമ്മെ പുറപ്പെടുവിക്കുന്നത്, പിന്നെയോ പൊന്നിനോട് കൂടെ നമ്മെ പുറപ്പെടുവിപ്പാനിടയാകുന്നു. യഥാർത്ഥമായി വിശ്വാസം ഉള്ളവരായി തീരുവാൻ കർത്താവ് നമുക്കിടയാക്കിയത് കൊണ്ടാണ് നാം ഇന്ന് ഈ ക്രിസ്തീയ ഗോളത്തിൽ നിലനിൽപ്പാനിടയാകുന്നത്. നമുക്കറിയാം, തിരുവെഴുത്ത് നമുക്ക് നൽകുന്ന പേരെന്താണ്? വിശ്വാസികൾ എന്നാണ്. വിശ്വാസമുള്ളവരായി ജീവിക്കുന്ന ഒരു ജീവിതമാണ് ദൈവമക്കളെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. മറ്റുള്ളവരെ കുറിച്ച് തിരുവെഴുത്ത് പറയുമ്പോൾ അവിശ്വാസികൾ എന്നാണ്. വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്ത് യോഗ്യത എന്ന് ചോദിക്കുന്നു. വിശ്വാസിയും അവിശ്വാസിയും എന്നാണ് ദൈവവചനം തിരിപ്പാനിടയാകുന്നത്. ആകയാൽ നമ്മുടെ ജീവിതത്തിൽ നാം വിശ്വാസികൾ എന്ന ഗണത്തിൽ ഉൾപ്പെട്ടവരാണ്. ഈ വിശ്വാസമാകുന്ന പൊന്നോട് കൂടെയാണ് നമ്മുടെ ജീവിതയാത്ര പുറപ്പെടുവാനിടയായത്. എന്നാൽ ഇന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവം എന്താണ്? നമ്മുടെ വിശ്വാസം പടിപടിയായി കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയല്ലേ? കർത്താവിനെ നോക്കിക്കൊണ്ട് കർത്താവ് വെള്ളത്തിന്മീതെ നടക്കുന്ന കണ്ട് പത്രോസിനെ പോലെ വെള്ളത്തിന്മീതെ നടന്ന് കർത്താവിൻ്റെ അടുക്കൽ ചെല്ലുവാൻ ഉത്സാഹിച്ചിറങ്ങി പുറപ്പെട്ടവരാണ് നാം. കാറ്റും കോളുമൊന്നും നമുക്ക് വിഷയമില്ല. ഈ ലോകസാഗരത്തിൽ കർത്താവിനെ നോക്കിക്കൊണ്ട് ഈ ലോകക്കാർ അനുരൂപരാകാതെ, ലോകത്തിൻ്റെ ഏറ്റവും ലോകത്തിൽ ജീവിപ്പാനിടയാകാതെ, ലോകത്തിൻ്റെ മുകളിലൂടെ യേശു ലോകക്കാരനല്ലാതെ ജീവിച്ചതുപോലെ നാമും ലോകക്കാരല്ലാതെ ജീവിക്കുവാൻ വിശ്വാസത്തോടെ ഇറങ്ങി പുറപ്പെട്ട ദൈവമക്കളാണെന്നാൽ പലരുടെയും ജീവിതത്തിൽ കാറ്റും കോളും കാണുമ്പോൾ, പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ കാണുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? അത് കണ്ട് പേടിച്ചിട്ട് പത്രോസിനെ പോലെ വെള്ളത്തിലേക്ക് താണുപോകുവാൻ ഇടയാകുന്നു. നിലവിളിക്കുന്ന പത്രോസിനെ കരം വീട്ടി പിടിച്ചുയർത്തിയിട്ട് കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അല്പവിശ്വാസിയെ, നീ എന്തിന് സംശയിച്ചു?
നിറഞ്ഞ വിശ്വാസമുള്ളവനായിരുന്നു. കർത്താവ് നടക്കുന്ന പോലെ എനിക്കും വെള്ളത്തിന്മേൽ നടക്കാൻ കഴിയുമെന്ന് പൂർണ്ണ വിശ്വാസമുള്ളവനായി യേശുവിനെ നോക്കിക്കൊണ്ട് ഇറങ്ങി പുറപ്പെട്ടവനാണ്. പക്ഷേ ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു? കാറ്റ് കാണുന്നു, പേടിക്കുവാനിടയാകുന്നു. ജീവിതത്തിൽ സംശയങ്ങളാകുന്ന അലകൾ ഉയരുവാനിടയാകുന്നു. യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത് എന്താണ്? കാറ്റടിച്ചലയുന്ന തിരക്ക് സമനാണ് സംശയിക്കുന്നവനെന്നാണ്. നമ്മുടെ ജീവിതത്തിൽ സംശയം നമുക്കുണ്ടായാൽ നാം കാറ്റടിച്ചലയുന്ന കടൽ തിരക്ക് സമരായി മാറുവാനിടയാകും. പത്രോസ് കാറ്റ് കണ്ട് പേടിച്ചതുപോലെ നമ്മുടെയും ജീവിതത്തിൽ നമ്മുടെ വിശ്വാസത്തെ കുറച്ചു കളയുവാൻ തക്കവണ്ണം, ഇല്ലാതാക്കി കളയുവാൻ തക്കവണ്ണം കാറ്റും കോളും ശക്തിയോട് ഉയരുമ്പോൾ നാം വിശ്വാസത്തോട് കർത്താവിനെ നോക്കിക്കൊണ്ട് യാത്ര ചെയ്യുന്നവരാണെങ്കിൽ നമ്മുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകത്തില്ല. ദൈവമക്കളെ, പത്രോസിന്റെ ജീവിതത്തിൽ സംശയമാണവനെ അല്പവിശ്വാസിയാക്കി മാറ്റിയത്. അവൻ നിറഞ്ഞ വിശ്വാസമുള്ളവനായിരുന്നു. പക്ഷേ സംശയം വന്നപ്പോൾ അവൻ അവിശ്വാസിയല്ല കേട്ടോ, പിന്നെയോ അല്പവിശ്വാസിയായി തീരുവാനിടയാകുന്നു. ഇന്ന് നമ്മുടെയും ജീവിതത്തിൽ അങ്ങനെയാണ്. പിശാച് നമ്മെ സംശയിപ്പിക്കുവാനിടയാകും, നമ്മെ ഇരുമനസ്സുള്ളവരാക്കി തീർക്കുവാനിടയാകും. അതോ ഇതോ, അങ്ങോട്ടോ ഇങ്ങോട്ടോ, അത് വേണോ ഇത് വേണോ, അങ്ങോട്ട് പോണോ ഇങ്ങോട്ട് പോണോ എന്നൊക്കെ സംശയിപ്പിക്കുന്നവരാക്കി നമ്മെ മാറ്റിയിട്ട് നമ്മുടെ മനസ്സ് ഇരുമനസ്സുള്ളതാക്കി തീർക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നത് എന്താണ്? അവൻ തൻ്റെ വഴികളിലൊക്കെയും അസ്ഥിരനാണെന്ന് യാക്കോബിൻ്റെ ലേഖനത്തിൽ നമുക്ക് വായിപ്പാനിടയാകുന്നു. അങ്ങനെ അസ്ഥിരനായി തീർന്ന ഒരു മനുഷ്യൻ തൻ്റെ വഴിയിൽ പട്ടുപോകുവാനിടയാകും. അവന് സ്വർഗ്ഗകനാനിൽ ചെന്ന് ചേരുവാൻ, നിത്യതയിൽ പോയി ചേരുവാൻ സാധ്യമല്ല എന്നുള്ളതാണ് സത്യം. ആകയാൽ ദൈവമക്കളെ, നമ്മുടെ വിശ്വാസത്തെ നഷ്ടപ്പെടുത്തി കളയരുത് കേട്ടോ. മത്തായിയുടെ സുവിശേഷത്തിലാണോ അതോ ലൂക്കോസ് സുവിശേഷത്തിലാണോ നാം ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും, മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് കർത്താവ് തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യം കർത്താവിൻ്റെ പ്രത്യക്ഷതയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ആ വിശ്വാസത്തിൻ്റെ കാര്യത്തെ കർത്താവ് ചോദിക്കുവാനിടയാകുന്നത്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വിശ്വാസം നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? നാം അല്പവിശ്വാസികളായി ലോകത്തിൽ വെള്ളത്തിനടിയിലേക്ക് അഥവാ ഈ ലോകസാഗരത്തിലേക്ക് താണുപോകുന്നവരായി തീരുകയാണോ? അതോ വിശ്വാസമുള്ളവരായി കർത്താവിലേക്ക് നോക്കി ധൈര്യത്തോടെ മുന്നേറുന്നവരായി തീരുവാൻ നമുക്കിടയാകുന്നുണ്ടോ? യഥാർത്ഥമായി നമ്മുടെ ജീവിതത്തിൽ നാം വിശ്വാസമുള്ളവരായിരുന്നെങ്കിലേ കർത്താവിൻ്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടുവാനിടയാകത്തുള്ളൂ. വായിച്ചാട്ടെ വേദഭാഗം. കർത്താവ് പറയുന്നു, മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? ലൂക്കോസ് സുവിശേഷം 18-ാം അധ്യായം 8-ാം വാക്യം. എന്നാൽ മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? ഇന്ന് ദൈവമക്കളെ, നമുക്കറിയാം, വിശ്വാസച്യുതി, വിശ്വാസ ലംഘനം, വിശ്വാസത്തിൻ്റെ തകർച്ച ശക്തിയോടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അനേക ദൈവമക്കൾ വിശ്വാസം വിട്ട് അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകേണ്ടത് എന്താണ്? നാം വിശ്വാസമുള്ളവരായി തീരണം, വിശ്വാസത്തെ മുറുകെ പിടിക്കുന്നവരായി തീരണം. എബ്രായ ലേഖനത്തിൽ നമുക്കറിയാം, നമ്മുടെ കർത്താവ് ആരാണെന്ന് നാം വ്യക്തമായി അറിയുന്നുണ്ട്. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമാണ്. വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിലേക്ക് കൊണ്ടുവരുവാൻ കർത്താവ് ശക്തനാണ്. ആകയാൽ കാറ്റിലേക്ക് നോക്കല്ല സഹോദരങ്ങളെ, തിരമാലകളിലേക്ക് നോക്കല്ല സഹോദരങ്ങളെ, പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും കണ്ട് കണ്ണങ്ങോട്ട് വായിക്കല്ലേ. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിലേക്ക് നോക്ക്. അവൻ നമ്മുടെ വിശ്വാസം നമുക്ക് വർദ്ധിപ്പിച്ച് തരുവാനിടയാകും. ഒരിക്കൽ യേശുവിൻ്റെ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്ന് വളരെ കാര്യമായി ആവശ്യപ്പെട്ട ഒരു കാര്യമുണ്ട്, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ എന്ന്. എത്ര ദൈവമക്കൾ ആ നിലയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കും, കർത്താവേ, ഈ നാളുകളിൽ എൻ്റെ വിശ്വാസം എനിക്ക് വർദ്ധിപ്പിച്ചു തരണം കർത്താവേ, ഞാൻ വിശ്വാസത്തിൽ സമ്പന്നനായി തീരുവാൻ എന്നെ സഹായിക്കണം കർത്താവേ എന്ന് എത്ര പേർ പ്രാർത്ഥിക്കുവാനിടയാകും. യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായം നാം വായിക്കുമ്പോൾ ലോകത്തിൽ ദരിദ്രരായവരെ വിശ്വാസത്തിൽ സമ്പന്നരാക്കി തീർത്തുകൊണ്ടാണ് ദൈവം വാഗ്ദത്തം ചെയ്ത രാജ്യത്തിന് അവരെ അവകാശികളാക്കി തീർക്കുവാനിടയാകുന്നത്. ആകയാൽ നമ്മുടെ ദൈവം വിശ്വാസത്തിൻ്റെ നായകനാണ്, പൂർത്തി വരുത്തുന്നവനാണ്, വിശ്വാസത്തിൽ നമ്മെ സമ്പന്നരാക്കി തീർക്കുന്ന ദൈവമാണ്. ആകയാൽ ആ വിശ്വാസത്തെ, ദൈവത്തിങ്കലെ കർത്താവിങ്കലെ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഒരിക്കലും അവിശ്വാസം
വിശ്വാസം നമ്മിലുണ്ടാകാതെ അല്പവിശ്വാസികളായി മാറാതെ പൂർണ്ണ വിശ്വാസമുള്ളവരായി ജീവിപ്പാൻ, വിശ്വാസത്തെ മുറുകെ പിടിപ്പാൻ നമുക്കിടയാകട്ടെ. കർത്താവിൻ്റെ വരവിൽ നാം എടുത്തുകൊള്ളപ്പെടുവാൻ നമുക്ക് ആവശ്യമായിരിക്കുന്നത് വിശ്വാസമാണെന്ന വാക്യം നമ്മെ ഓർപ്പിക്കുവാനിടയാകുന്നു. ഇനിയും പത്രോസ് പറയുന്ന ഒരു വാക്യമുണ്ട്. എന്താണ്? അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുവാൻ ഇടയാകുന്നു. കാക്കപ്പെടുന്ന നിങ്ങൾക്ക് എന്ന് പറയുന്നു. സ്വർഗത്തിൽ വെച്ചിരിക്കുന്ന വാട്ടം മാലിന്യമൊന്നുമില്ലാത്ത അവകാശം ആർക്കാണെന്ന് അവിടെ ഓർപ്പിക്കുകയാണ്. വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്നവർക്കാണ് ആ അവകാശം വെച്ചിരിക്കുന്നത്. നമുക്ക് ഉണരുവാനിടയാകുന്നു. അങ്ങനെയെങ്കിൽ ദൈവമക്കളെ, നിത്യതയിൽ ചെന്ന് ആ ദൈവിക അവകാശത്തെ പ്രാപിപ്പാൻ നമുക്കിടയാകണമെങ്കിൽ നാം വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്നവരാകണം. വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുവാൻ നമുക്കിടയാകണം. വിശ്വാസമുള്ളവർക്ക് മാത്രമേ സൂക്ഷിപ്പുണ്ടാകത്തുള്ളൂ, കാവലുണ്ടാകത്തുള്ളൂ. 91 സങ്കീർത്തനം നാം വായിക്കുമ്പോൾ നാം കർത്താവിൻ്റെ ചിറകിൻ കീഴിൽ അഭയം പ്രാപിക്കും. ദൈവം തൻ്റെ തൂവലുകൾ കൊണ്ട് നമ്മെ മറയ്ക്കുവാനിടയാകുമെന്നാണ്. നാം ദൈവത്തിൻ്റെ ചിറകിൻ കീഴിൽ അഭയം പ്രാപിക്കുമ്പോൾ ദൈവം തൻ്റെ തൂവലുകൾ കൊണ്ട് മറയ്ക്കുവാനിടയാകും. മുമ്പേ നാം കണ്ട പ്രാവിൻ്റെ അനുഭവം ഉണരുവാനിടയാകട്ടെ ദൈവമക്കളെ. പ്രാവിൻ്റെ ചിറക് വെള്ളി കൊണ്ടാണ്, അതിൻ്റെ തൂവലുകൾ പൈൻ പൊന്നുകൊണ്ടാണ്. വിലയേറിയ പൊന്നാണ് അതിൻ്റെ തൂവലുകൾ. തൂവലുകൾ കൊണ്ടാണ് ആ പക്ഷി മറയ്ക്കപ്പെട്ട് സൂക്ഷിക്കപ്പെടുവാനിടയാകുന്നത്. ദൈവം നമ്മെയും തൻ്റെ തൂവലുകൾ കൊണ്ട് മറയ്ക്കുവാനിടയാകണമെങ്കിൽ വിശ്വാസമാകുന്ന തൂവലുകൾ ഉള്ളവരായിരിക്കണം. വിശ്വാസത്താലാണ്, ദൈവശക്തിയാൽ ദൈവം നമ്മെ കാത്തുകൊള്ളുന്നതെങ്കിൽ ഇന്ന് നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ, വിശ്വാസം നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ ദൈവത്തിൻ്റെ സൂക്ഷിപ്പുണ്ടാകത്തില്ല. ദൈവമക്കളെ, മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട സകല ജനവും മരുഭൂമിയിൽ പട്ടുപോയതിൻ്റെ കാരണം ഒന്നാണ്. അവർക്ക് അവരെ വിളിച്ചിറക്കിക്കൊണ്ടുവന്ന ദൈവത്തിൽ വിശ്വാസമില്ലായിരുന്നു. പലപ്പോഴും സാഹചര്യങ്ങൾക്ക് ഏറ്റവണ്ണമൊക്കെ അവർ അവരുടെ അവിശ്വാസവും അല്പവിശ്വാസവും ഒക്കെ വ്യക്തതയോട് വെളിപ്പെടുത്തിയതുകൊണ്ട് അവർ സൂക്ഷിക്കപ്പെടുവാനിടയായില്ല. എന്നാൽ ദൈവത്തിൻ്റെ ചിറകിൻ കീഴിൽ അഭയം പ്രാപിച്ച, ദൈവത്തോട് പറ്റി നിന്ന, ദൈവം പ്രസാദിച്ചാൽ ദേശം അവകാശമായി തരുമെന്ന് ധൈര്യമായി പറഞ്ഞ, ദൈവത്തോട് പറ്റി നിന്ന യോശുവയും കാലേബും മാത്രമാണ് അവിടെ ചെന്ന് ചേരുവാനിടയായതെങ്കിൽ അവരുടെ തലമുറയും അവിടെ ചെന്ന് ചേരുവാൻ കാരണം ആവർത്തന പുസ്തകം 4-ാം അധ്യായത്തിലാണ് നാം വായിക്കുന്നുണ്ട്. അവർ ദൈവത്തോട് പറ്റി നിന്ന തലമുറയാണെന്നാണ്. ആകയാൽ തൂവലുകൾക്കുള്ളിൽ മറയ്ക്കപ്പെടുവാൻ തക്കവണ്ണം ദൈവത്തോട് പറ്റി നിന്നുകൊണ്ട് ദൈവത്തിൽ വിശ്വാസമുള്ളവരായി തീരുമെങ്കിൽ, വിലയേറിയ വിശ്വാസമുള്ളവരായി, വിശുദ്ധന്മാർക്കൊരിക്കലായി ഭരമേൽപ്പിച്ച വിശ്വാസത്തിന് വേണ്ടി പോരാടിക്കൊണ്ട്, അധ്വാനിച്ചുകൊണ്ട്, വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് വിശ്വാസമുള്ളവരായി ദൈവത്തിൻ്റെ സൂക്ഷിപ്പ് അനുഭവിപ്പാൻ നമുക്കിടയാകട്ടെ. പൊന്ന് വഴിയിൽ നഷ്ടപ്പെട്ടു പോകരുത്. ദൈവം നമ്മെ പുറപ്പെടുവിച്ചത് വെള്ളിയോടും പൊന്നിനോടും കൂടെ. ഈ രണ്ടനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മൂന്നാമതൊരനുഭവം നമുക്ക് വാഗ്ദത്തം ചെയ്യുന്നു. അവർ ബലഹീനപ്പെടുകയില്ല എന്നാണ്. അവരുടെ ഇടയിൽ ഒരു ബലഹീനനും ഉണ്ടായിരുന്നില്ല എന്നാണ്. അവർ കാട്ടുപോത്തിന് തുല്യമായ ബലമുള്ളവരായി ഇറങ്ങി പുറപ്പെട്ടവരാണ്. എന്നാൽ ആവർത്തന പുസ്തകം 25-ാം അധ്യായം നാം ശ്രദ്ധിക്കുമ്പോൾ നമുക്കറിയാം, അവർ വഴിയിൽ ക്ഷീണിച്ചും തളർന്നും പോകുവാനിടയാകുന്നു. അനേകരുടെ ബലം നഷ്ടപ്പെടുവാനിടയാകുന്നു. അവർ ക്ഷീണിതരായി, ബലഹീനരായി തളർന്നു പോകുവാനിടയാകുമ്പോൾ, ബലം നഷ്ടപ്പെട്ടു പോയപ്പോൾ അമാലേക്ക് വന്നവരെ സംഹരിപ്പാൻ, ശത്രു അവരെ നശിപ്പിപ്പാൻ ഇടയാകുന്നു. ദൈവത്തെ പോലും ഭയപ്പെടാതെ പിന്നണിയിലുള്ള ബലഹീനരെ ഒക്കെ സംഹരിപ്പാൻ ഇടയാകുന്നു. ദൈവമക്കളെ, പൊന്നും വെള്ളിയും നഷ്ടപ്പെട്ടു പോയാൽ ബലഹീനരാകും കേട്ടോ, ക്ഷീണിച്ചു പോകും കേട്ടോ. ഒരിക്കലും നമുക്ക് ബലത്തോടെ മുന്നേറുവാൻ ഇടയാകത്തില്ല.
വെള്ളിയും പൊന്നോടുകൂടെ പുറപ്പെട്ടവരുടെ അനുഭവമാണ് അവരുടെ ഇടയിൽ ഒരു ബലഹീനനും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നത്. ആകയാൽ ഈ വീണ്ടെടുപ്പും വിശ്വാസവും സൂക്ഷിച്ചുകൊണ്ട് മുൻപോട്ട് പോകുമെങ്കിൽ ദൈവത്താൽ വീണ്ടെടുക്കപ്പെട്ടവരെന്ന ബോധ്യതയോട് ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് മുൻപോട്ട് ജീവിതയാത്ര ചെയ്യുമെങ്കിൽ ബലം ദൈവത്തിലാണെന്ന് തിരുവെഴുത്ത് നമ്മെ ഓർപ്പിക്കുന്നു. അവരുടെ ജീവിതാനുഭവം പറയുന്നുണ്ട്, അവർ മേൽക്കുമേൽ ബലം പ്രാപിപ്പാനിടയാകുമെന്നാണ്. അവർ മേൽക്കുമേൽ ബലം പ്രാപിച്ച് സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തുവാൻ ഇടയാകുമെന്ന് പറയുന്നു. യെശയ്യാ പ്രവചനത്തിൽ നാം വായിക്കുന്നത് എന്താണ്? യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കുവാൻ ഇടയാകും. അവർ ശക്തിയെ പുതുക്കിയിട്ട് ചിറകടിച്ച് കയറുവാൻ ഇടയാകുമെന്നാണ്. ചിറകടിച്ച് പറന്നുയരുവാൻ ഇടയാകുമെന്നാണ്. കർത്താവ് പ്രത്യക്ഷനാകുമ്പോൾ കർത്താവാകുന്ന ശവം കൂടുന്നിടത്തേക്ക് കഴുക്കൾ കൂടുമെന്നുള്ള കർത്താവിൻ്റെ വചനപ്രകാരം മേൽക്കുമേൽ ബലം പ്രാപിച്ച് കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറുവാനിടയാകും. കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ കർത്താവിൻ്റെ അടുക്കൽ ചെന്ന് നിത്യവിശ്രാമം പ്രാപിപ്പാനിടയാകും. പ്രാവിനെ പോലെ രണ്ട് ചിറകുണ്ടെങ്കിൽ തീർച്ചയായും ദൈവമക്കളെ വീണ്ടെടുപ്പും വിശ്വാസവും ഉണ്ടെങ്കിൽ, അഥവാ വീണ്ടെടുപ്പാകുന്ന ചിറകും വിശ്വാസമാകുന്ന തൂവലുകളും ഉണ്ടെങ്കിൽ പ്രാവിനെ പോലെ ചിറകടിച്ച് ചെന്ന് നിത്യതയിൽ പോയി വിശ്രമിപ്പാൻ നമുക്കിടയാകും. കഴുകന്മാരെ പോലെ ബലപ്പെട്ട് മേൽക്കുമേൽ ബലം പ്രാപിച്ച് പറന്നുയർന്ന് കർത്താവിൻ്റെ അടുക്കൽ വാനമേഘങ്ങളിൽ കർത്താവിനെതിരേൽപ്പാൻ എടുക്കപ്പെട്ടവരായി കർത്താവിൻ്റെ അടുക്കൽ ചെന്ന് ചേരുവാൻ നമുക്കിടയാകും. എത്രത്തോളം നമ്മെ തന്നെ സൂക്ഷിക്കുവാൻ നമുക്കിടയാകുന്നുണ്ട്. നമ്മുടെ വീണ്ടെടുപ്പിനെ നാം സൂക്ഷിക്കുന്നവരാണോ? നമ്മുടെ വിശ്വാസത്തെ നാം കാത്തുകൊള്ളുന്നവരാണോ? കണ്ണുകളടച്ചാട്ട് നമ്മെ തന്നെ ഒന്ന് പരിശോധിപ്പാൻ നമുക്കിടയാകട്ടെ. നമ്മുടെ കർത്താവ് നമ്മെ ലോകത്തിൽ നിന്ന് വീണ്ടെടുത്തു. സഹോദരങ്ങളെ, ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ച് കൊണ്ടുവന്നതുപോലെ നമ്മെയും കർത്താവ് ലോകത്തിൽ നിന്ന് വീണ്ടെടുത്തു. വീണ്ടെടുപ്പാകുന്ന വെള്ളി തന്നാണ് നമ്മെ അയച്ചത്. വിശ്വാസമെന്ന ആ പൊന്ന് തന്നാണ് നമ്മെ പുറപ്പെടുവിച്ചത്. ജീവിതാവസാനം വരെയും വിശ്വാസം സൂക്ഷിച്ചുകൊണ്ട്, വീണ്ടെടുപ്പ് സൂക്ഷിച്ചുകൊണ്ട് ജീവിതയാത്ര മുൻപോട്ട് നയിക്കുവാൻ നമുക്കിടയാകട്ടെ. അങ്ങനെയെങ്കിൽ നമുക്കൊരു ബോധ്യതയുണ്ട്, നാം ആരും ബലഹീനരാകത്തില്ല. നമ്മിലൊരു ബലഹീനനുമില്ല. നാം ഒരിക്കലും ബലഹീനരാകത്തില്ല. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതയാത്രയിൽ കർത്താവിനോടുകൂടെ ബലപ്പെട്ട് ശക്തി പ്രാപിച്ച് ഉത്സാഹത്തോട് ഉണർവോടെ മുന്നേറി ജീവിച്ച് അതിശക്തമായി അതിശ്രേഷ്ഠതയ്ക്കായി ഉത്സാഹിച്ചുകൊണ്ട് വേഗം വരുന്ന കർത്താവിനെതിരേൽപ്പാൻ ഒരുക്കപ്പെടുന്നവരായി കർത്താവിൻ്റെ അടുക്കലേക്ക് ചേർക്കപ്പെടുവാൻ നമുക്കിടയാകട്ടെ. പറന്നുയരുവാൻ, ചിറകടിച്ചുയരുവാൻ, കർത്താവിൻ്റെ സന്നിധിയിൽ ചെന്ന് കർത്താവിനോട് കൂടെ നിത്യനിത്യമായി വിശ്രമിപ്പാൻ ദൈവം നമ്മെ മേൽക്കുമേൽ ബലപ്പെടുത്തുമാറാകട്ടെ. അധികമധികമായി ബലം പ്രാപിപ്പാൻ ദൈവമായ കർത്താവ് ഈ ക്രിസ്തീയ ജീവിതയാത്രയിൽ നമ്മെ സഹായിക്കട്ടെ.